ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ ശബരിമല വിഷയമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും മുങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരെ ഇതിലൊന്നും ഇല്ല എന്നൊരു നിലപാടൊക്കെ എടുത്ത് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിൽ എല്ലാം പൊളിയാണ്. പുള്ളിക്കാരനാണ് ഇതെല്ലാം നമ്മുടെ അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പങ്ങൾ അണിയാനുള്ള കവചങ്ങളും സ്വർണ്ണപ്പാളികളും പിന്നെ കട്ടിളയും എല്ലാം ഒക്കെ കൊണ്ടുപോയി ചെന്നൈയിൽ പണിക്കായി കൊണ്ടുപോയതും എന്തുവാണ് സ്വർണം പൂശാനായിട്ടൊക്കെ കൊണ്ടുപോയതും എല്ലാം ചെയ്തതും പിന്നെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ പൂജ നടത്തിയതും പിന്നെ ഇപ്പം പുതുതായിട്ട് കിട്ടിയ അറിവെന്ന് വെച്ചാൽ ജയറാമിൻ്റെ വീട്ടിൽ മാത്രമല്ല, ബാംഗ്ലൂരിൽ ഏതോ ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിലും ഇതേ കണക്ക് കൊണ്ടുപോയി അവിടെ അത് വെച്ച് പൂജിച്ചെന്നൊക്കെയാണ് പുതുതായിട്ട് കിട്ടിയ അറിവ്. അപ്പം പുള്ളി എന്തായാലും മുങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയോട് പറയാം. കോടതി എന്നോട് ആവശ്യപ്പെടട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ഭാഗത്തെ ന്യായം ഞാൻ കോടതിയെ ബോധിപ്പിക്കാമെന്ന് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അടപടലെ ഇപ്പം മുങ്ങിയിരിക്കുന്നത്. കിളിമാനൂരിലത്തെ വീട്ടിൽ അദ്ദേഹം ഇല്ലെന്നാണ് പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പം മുങ്ങിയതിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ ഒരു വലിയൊരു രസകരമായൊരു വസ്തുതയാണുള്ളത്. ഇത്രയും ദേവസ്വം വിജിലൻസിനെയൊക്കെ പറ്റിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പ് മറുപടികളൊക്കെ കൊടുത്ത് നിന്നതാണ് പുള്ളി. പക്ഷേ ഇപ്പോഴൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇറങ്ങിയെന്ന് വന്ന് അന്വേഷണത്തിനായിട്ട് വന്നു. അപ്പം ഇനിയൊന്നും നടക്കത്തില്ല. നല്ല ചുണക്കുട്ടന്മാരായിട്ടുള്ള SP-യും പിന്നെ CA-യും ഒക്കെയാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ആളിൻ്റെ വാദത്തിനൊന്നും അവിടെ വലിയ ഇതില്ല. 2 ഇടി കൊടുത്താൽ മതി, എല്ലാം തെളിയാവുന്നതേ ഉള്ളൂ ഇല്ലേ. അത് ചോദ്യം ചെയ്യേണ്ട രീതിക്ക് നമ്മളിലെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ചോദ്യം ചെയ്യുവാണെങ്കിൽ എല്ലാം അങ്ങ് നടക്കും. പക്ഷേ ഇപ്പോൾ ഇത് ആകെ വെട്ടിലാവുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ എന്തായാലും പിടിക്കും. വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമ്പം വെട്ടിലാവുന്നതാരാണ്? വെറും 15 മിനിറ്റ് മാത്രമാണ് ആ അയ്യപ്പൻ്റെ കവചങ്ങളും ദ്വാരപാലക ശില്പത്തിൻ്റെ കവചങ്ങളും സ്വർണ്ണപ്പാളികളും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് വെച്ചത് എന്നുള്ള നമ്മുടെ പത്മശ്രീ ജയറാമിൻ്റെ പ്രസ്താവനയാണിപ്പം പൊളിയാൻ പോകുന്നത്. അദ്ദേഹവും കടുത്ത അന്വേഷണത്തിന് വിധേയനാവേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ ഈ അയ്യപ്പൻ്റെ അവിടെ നിന്നുള്ള സന്നിധാനത്തിൽ നിന്നുള്ള ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചെന്നൈയിലുണ്ട്, ഇങ്ങനെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് ദ്വാരപാലകത്തിൻ്റെ കവചങ്ങളും പിന്നെ കട്ടിളയുടെ പാർട്സും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയറാം പറഞ്ഞെന്ന് തിരികെ പോകുമ്പോഴത്തേക്ക് ഒന്ന് കൊണ്ടുവരാമോ, എൻ്റെ വീട്ടിൽ വെച്ച് ഒന്ന് പൂജിക്കാമോ, ഒന്ന് കാണിക്കാമോ എന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പം പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ തമ്മിൽ ഭയങ്കര ചങ്ക്സ് ആയതിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടെന്ന് ഞാനിതാ ഇപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ജയറാം എന്ത് ചെയ്ത് അയൽവക്കത്തുള്ള കുറച്ചെന്ന് വെച്ചാൽ നമ്മളെ കണക്ക് ഒരു കോമൺ മാനല്ലേ, സാധാരണക്കാരനായ മനുഷ്യർ ഉടനെ തന്നെ ഇറങ്ങിപ്പോയി ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് ഒരു സൈക്കിളിൽ കയറിപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ ഒരു പൂജയ്ക്കുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നടന്ന് ഇതെല്ലാം പോരാഞ്ഞ് ഒന്നിലധികം സെലിബ്രിറ്റീസിനെയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത്, എൻ്റെ ഊഹ ശരിയാണെങ്കിൽ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ അവിടെ നിർത്തി. ഇതെല്ലാം പോട്ടെ, ഈ ഹാരമൊക്കെ അദ്ദേഹം പെട്ടെന്നൊരു സൈക്കിൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്കൂട്ടി എടുത്തുകൊണ്ടോ മേടിച്ചുകൊണ്ടു പൂക്കടയിൽ നിന്ന് കെട്ടിവെച്ച്, അതായത് ദ്വാരപാലക ശില്പത്തിൽ അർപ്പിക്കേണ്ട ഹാരവും അതൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ തെങ്ങിൽ ജയറാം കയറിയ അതായത് വേറെ ആരെങ്കിലും കയറ്റിയാണ് ആ കുരുത്തോല പൊട്ടിച്ചതെന്ന് അറിയത്തില്ല. ഈ കുരുത്തോല പൊട്ടിച്ചാൽ തന്നെ നമുക്കറിയാം അത് ആ ഒരു നമുക്ക് ഈ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അത് അതിൻ്റേതായ ഒരു ഫോമിലാക്കി മാറ്റിയെടുക്കാനുണ്ടല്ലേ, അതിന് ഒത്തിരി സമയം എടുക്കേണ്ടി വരുമെന്നാണ് നമുക്കറിയാവുന്നത്. അത് ഈ 15 മിനിറ്റിനുള്ളിൽ അത്രയ്ക്കും ഉള്ള എന്തോ മാന്ത്രിക ശക്തി ഒരു പക്ഷേ ജയറാമിനുണ്ടായിരിക്കണം. അതായിരിക്കണം ഈ 15 മിനിറ്റിനുള്ളിൽ അതും അറേഞ്ച് ചെയ്ത് എന്തായാലും വളരെ നല്ല രീതിയിലെല്ലാം ജയറാം മേക്കപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജയറാമിൻ്റെ വാദവും പൊളിയാണ്. ഇതിൻ്റെ അകത്തോട്ട് കൂടുതൽ തെളിവുകളുമായിട്ട് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം എത്തുകയും കൂടുതൽ ആൾക്കാരുടെ കള്ളത്തരം പൊളിയുകയൊക്കെ ചെയ്യും. അപ്പം നമുക്കിതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത് നമ്മൾ ആരെയാണ് വഞ്ചിച്ചത്? സാക്ഷാൽ ഭഗവാന് ശ്രീ ധർമ്മശാസ്താവിനെയാണ് വഞ്ചിച്ചത്. കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പനെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് വഞ്ചിച്ചത്. അപ്പോൾ അതിനുള്ള പണി എല്ലാവർക്കും കിട്ടും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിക്കോ. അപ്പം ഇനിയിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും അയ്യപ്പൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കാണിക്കയായിട്ട് കിട്ടിയതിൽ കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം വരും ദിവസങ്ങളിൽ. ഇതിൻ്റെ ഇടയിൽ വേറെ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങിയെന്നുള്ളതിൽ ബാംഗ്ലൂരിലാണെന്നാണ് ഇപ്പം ഒരറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മുങ്ങിയെങ്കിൽ പൊക്കും.
പൊക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരും പുറത്തു വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഒറ്റയ്ക്കാണോ എല്ലാം അടിച്ചു മാറ്റിയതെന്നും ബാംഗ്ലൂരിൽ കൊണ്ടുപോയി 1 കിലോയോളം സ്വർണം ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോയെന്നുള്ളൊരു ഇതും കൂടെ നിഗമനവും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം പതിയെ പതിയെ പുള്ളിക്കാരൻ തന്നെ പറയും. ഇതിനിടയിൽ അദ്ദേഹം ആകെ പരിഭ്രാന്തനായിട്ട് ആ ഒരു മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ, അയ്യപ്പൻ്റെ സന്നിധിയിലൊക്കെ നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുക, ആ ഭാഗ്യത്തിന് അത് ദുരുപയോഗം ചെയ്തിട്ട് ഭഗവാൻ വെറുതെ വിടത്തില്ല. അത് ദുരുപയോഗം ചെയ്ത് അയ്യപ്പനെ പോലും കൊള്ളയടിക്കുക എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും പണി കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.